എന്താ ഇത്? നീ ഏത് ലോകത്താ? എന്തൊക്കെ പറഞ്ഞാലും അയാളൊരു അസല് കക്ഷി തന്നെ. എന്തായാലും ഒരു സ്വരം, എന്തായാലും ഒരു സ്റ്റൈല്. ഓ പിന്നെ അതാ രാഗത്തിന്റെ സാഹിത്യത്തിന്റെ സുഖ, അല്ലാതെ അയാളുടെ കേമത്തൊന്നുമല്ല. അയ്യേ എന്താടാ ലീവ്? ലീവോ? നിന്റെ ലീവ് എന്തിനാ എന്റെ അടുത്ത് തരുന്നു? ഇന്റെ ലീവ് അല്ല ആശാനെ, നമ്മളെ നന്ദുല്ലേ, നന്ദഗോപാല്, അവൻ രാവിലെ കടയെ കൊടുത്ത് ഏൽപ്പിച്ചു പോയതാ, ഇവിടെ എത്തിക്കാൻ പറഞ്ഞു. അപ്പൊ കളരിയിൽ ആര് പോവും? ഞാൻ പോട്ടെ. നീയോ? ചായ അടിക്കാനല്ല പഠിപ്പിക്കേണ്ടത്, ഡാൻസാ. ഞാൻ കടയിലേക്ക് പോട്ടെ എന്നാ ചോദിച്ചേ. നിനക്ക് ചായ കച്ചവടമല്ലാതെ വേറെ വല്ല ബിസിനസ് ഉണ്ടോ? ഉണ്ട്, അത്യാവശ്യം പാടും. ആശാൻ അറിയില്ലേ, ഞാൻ കഥകളി സംഗീതം പഠിച്ച ആളാ. അത് ദിവസം പാടുന്നുണ്ടല്ലോ. ഞാൻ ചോദിച്ചതല്ല, നീ ഇവിടെ ചായ കൊണ്ടുകൊടുക്കുന്ന കൂടുതൽ ചാരായം കൊണ്ടു കൊടുക്കാറുണ്ടോ? ഇന്റെ അല്ലാ, നിങ്ങളോട് ആരെയും നുണ പറഞ്ഞേ? ഇതേ കഥകളി കളിക്കരുത്, നിന്റെ മുഖത്ത് ഒരു രസം വരില്ല. ഇനി മേലാത് ആവർത്തിച്ചാൽ നിന്റെ ദമയന്തിയും പൂട്ടിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറ്റി നല്ല ഇടി ഇടിപ്പിക്കും, ഓർത്തോ? ഈ ശരീരത്തിലോ? ആശാനെ ജീവിച്ചു പോയിക്കോട്ടെ, കഥകളിയോ പറ്റുന്നില്ല. വല്ല ചായക്കടയെങ്കിലും നടത്തി അരി മേടിച്ചോട്ടെ. സൂക്ഷിച്ചോ, പരാതി കിട്ടിയിട്ടുണ്ട്. മാഷേ, 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 അക്കരെ കൃഷ്ണന്റെ അമ്പലത്തിൽ ദീപാരാധന തൊഴാൻ പോണ വഴിയാ. കിടക്കണ കണ്ടപ്പോ ഞാൻ പേടിച്ചു. കഴിഞ്ഞു എന്ന് കരുതിയാ? കുട്ടി പോയിക്കോളൂ, നട അടയ്ക്കും. ഇതിനു വേണ്ടിയാണോ ലീവ് എടുത്തത്? രാവിലെ മുതൽ തുടങ്ങി, വയറ് നിറച്ചു കുടിച്ചു, ഇഷ്ടം പോലെ വലിച്ചു, മനസ്സടങ്ങണില്ല. ഈ ദിവസം അത്ര ഭയങ്കര കുട്ടിക്കറിയില്ല. അറിഞ്ഞ വെറുക്കും. അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ദക്ഷിണ വെച്ചില്ലേ, അത് തിരിച്ചു ചോദിക്കും. അനുഗ്രഹിച്ചിട്ടുണ്ട്, മെടിക്കാ നീ. ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് വരട്ടെ? മാഷ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ട, ഇന്നെങ്ങും പോവില്ല, ഇവിടെ കിടക്കും. ഇന്ന് വാർഷികാഘോഷമാണ്. എന്റെ സുമയെ കൊന്നതിന്റെ 8ാം വാർഷികം. കോടതി വെറുതെ വിട്ടു, പക്ഷേ എന്റെ മനസ്സിന്റെ ജയിൽ മുറിയിൽ തടവിലാണ് ഞാൻ. ശിക്ഷ അനുഭവിക്കുകയാണ്. മാഷ് പറയണ എനിക്ക് മനസ്സിലാവണില്ല. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നത്, ഭാര്യയെ കൊന്നയാൾ. ഇപ്പൊ എനിക്കത് വിശ്വസിക്കാനാവണില്ല. കലാകാരന് ഒന്നും നശിപ്പിക്കാൻ കഴിയില്ല, ആരെയും കൊല്ലാൻ കഴിയില്ല. ഞാൻ എന്ത് കലാകാരൻ? വെറും ജാടാ, അത്രേ ഉള്ളൂ. സുമയെ കൊന്നത് ഞാനാ. അവൾ പാവമായിരുന്നു. പാവം എന്ന് വെച്ചാ ഒരു വെള്ള മുയലിനെ പോലെ. എന്റെ കുഞ്ഞമ്മാമ്മയുടെ മോളാ. ഓർമ്മ വെക്കണതിന് മുമ്പ് ആ കമ്മയില്ലാണ്ടായി. പാവം. കുഞ്ഞമ്മാമ എന്നെ പോലെ കുടിച്ചു 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 മരിച്ചു. ഞാൻ വെറുതെ പഴങ്കഥ പറയണു. കുട്ടി പൊയ്ക്കളൂ. ഇല്ല, ഞാൻ എങ്ങും പോണില്ല. എന്നിട്ട് പറയൂ. എന്നിട്ടെന്താ? മരണ വീട്ടിൽ നിന്ന് അമ്മ അവളെ കൂട്ടിക്കൊണ്ടുവന്നു. അടുക്കളയിലെ അമ്മയ്ക്കൊരു സഹായം, ജീവിക്കാനൊരിടം, വേലക്കാരി തന്നെ വേലക്കാരി. അതവൾക്ക് തോന്നാണ്ടിരിക്കാനാ
കലാമന്ദിരത്തിൽ ചേർത്തത്. എനിക്ക് അന്നവിടെ ജോലിയുണ്ട്. അവൾക്കന്നൊരു 16-17 വയസ്സ് കാണും. ഒരു ചടച്ചും മെലിഞ്ഞ പെണ്ണ്. പിന്നെ വാരി വലിച്ചു നിന്ന് തടിച്ചത് അവള്. തീറ്റ തന്നെ, തീറ്റപ്രാന്തി. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നന്നായി നൃത്തം ചെയ്യുമായിരുന്നു അല്ലേ? മടിച്ചിയാണ്, ഉഴി മടിച്ചി. ഈ സീതാരാമായണം ഞാൻ എഴുതിയത് അവക്ക് വേണ്ടിയാണ്. ഈ മണ്ഡപത്തിൽ വെച്ചാണ് ഞാനത് ചിട്ടപ്പെടുത്തിയത്. അവൾ വെറുതെ കയ്യനക്കിയാൽ അത് നൃത്തമായിരുന്നു. മുഖം വിടർന്ന ചെന്താമര, കണ്ണുകൾ സമുദ്രങ്ങൾ. എന്താ നിർത്തിയത്? ഇനി മതി, എനിക്ക് വയ്യ, കിതച്ചു. അപ്പൊ ഞാൻ ഈ തൊണ്ടപൊട്ടി പാടുന്നതോ? അതെളുപ്പാ, വെറുതെ ഇരുന്ന് പാടിയാ മതി. ഞാനാ കിടന്ന് തുള്ളണ്ടേ. വയ്യ, ഇനി നാളെ വേഗം വീട്ടിലെത്താം. അമ്മായി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. വിശന്ന് കൊടല് കരിയണു. 6 നേരം വലിച്ചു വാരിയുള്ള നിന്റെ തീറ്റയാണ് കുഴപ്പം. ഇരിക്കുന്നുണ്ടല്ലേ തടിച്ചി. നന്ദേട്ടൻ മേലിഞ്ഞ നീർക്കോലി പോലെ ആയിരിക്കണേ. ഇയാള് വെട്ടി വിഴുങ്ങാറുണ്ടല്ലോ. എന്താ എനിക്ക് മാത്രം പാടില്ലേ വിശപ്പുണ്ടാവും? എടി, നീ നർത്തകിയാണ്. അധിക വണ്ണവും തീരെ മെലിയാനും പാടില്ല. അതാണ് നാട്യശാസ്ത്രത്തിൽ നർത്തകി ലക്ഷണം. പിന്നെ ലക്ഷണം അത് എഴുതിയവർക്ക് വിശപ്പുണ്ടാവും ഉണ്ടാവില്ല. ഇതേ ഒരു കാര്യമുണ്ട്, എന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ തടി കുറച്ചേ പറ്റൂ. ലക്ഷണമൊത്തവളായിരിക്കണം സീത. നൃത്തഭംഗി മാത്രം പോരാ, രൂപഭംഗിയും വേണം. എങ്കിലേ ക്യാരക്ടർ വിജയിക്കൂ. ഒരു യോഗിനിയുടെ രൂപം വേണം. രാമായണത്തിലെ സീതയല്ലിത്. സീത സർവതന്ത്ര സ്വതന്ത്രയായി രാമായണം നോക്കിക്കാണുകയാണ്. സീതയോട് ആരാ കാണാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ? അതിനുവേണ്ടി പട്ടിണി അടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നിന്നെ പിന്നെ എന്തിനു കൊള്ളാം കഴുതാ. നീ നോക്കിക്കോ, ഞാൻ വേറെ പിള്ളേരെ കൊണ്ടേക്കും. ആയിക്കോ, എനിക്കെന്താ. അങ്ങനെ ഒറ്റയ്ക്ക് വേണ്ട, ഇതും കൂടെ എടുത്തോ. നിന്നെ ഞാനൊരു ദേഹണ്ണക്കാരനെ കൊണ്ട് കെട്ടിക്കും. അങ്ങനെ ആവുമ്പോ അയാളുടെ കൂടെ നടന്ന് മൂക്ക് മുട്ട തിന്നാവല്ലോ. ആ, അങ്ങനെ വല്ല നല്ല കാര്യം ആലോചിക്കും. ഇത് സീത കണ്ട രാമായണം, രാവണൻ കണ്ട രാമായണം, ഹനുമാൻ കണ്ട രാമായണം. കീർക്കത്തി. കിടക്ക വെച്ചിട്ടുണ്ട്, കിടക്കാറങ്ങി പോയി കിടന്നു. അമ്മ എന്തിനാ ചെയ്തത്? അവളല്ലേ എന്റെ കിടക്ക കുടഞ്ഞു വിരിക്കാറ്. അവൾ ഇനി പാത്രങ്ങളൊക്കെ മോറി അടുക്കള അടിച്ച് വാരി കഴുകി കുളിമുറിയിൽ വെള്ളമൊക്കെ കോരി നിറച്ച് ഒരു 100 കൂട്ടം പണി കഴിഞ്ഞു. എന്നിട്ട് മതിയല്ലോ. ഇനിയിപ്പൊ അതിന് മുഖം വീർപ്പിക്കും. അവളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയില്ലേ? പാവം, അവൾ കേട്ടനോ അനിയനോ ആരും ഇല്ലല്ലോ. അതിന് നമ്മളില്ലേ അമ്മേ? ആ, നമ്മുടെ അപ്പുണ്ണേര് ആ, വന്നിരുന്നു. പഴയ ലിസ്റ്റോ പുതിയ ലിസ്റ്റോ? അയാള് പറയണതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. നല്ല പൊന്നിന്റെ നിറം, വിടർന്ന നീണ്ട കണ്ണ്, വള്ളത്തോളിനേക്കാൾ വലിയ വർണ്ണനയാ. കാണുമ്പോ കറുത്ത ഒരു കോങ്കണ്ണി. ഇത് നല്ല സ്ത്രീയുള്ള കുട്ടിയാ. ഫോട്ടോ തന്നിട്ടുണ്ട്. ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാ. അയ്യോ, എന്നാ വേണ്ട. ഒരു കലാകാരനും കലാകാരിയും തമ്മിൽ വിവാഹം കഴിക്കാതിരിക്കാൻ നല്ലത്. അത് ഒരേ കല. കുടുംബം ശ്രദ്ധിക്കാൻ ആളില്ലാണ്ടാവും. പിന്നെ ഈഗോ, പ്രശ്നങ്ങൾ. വേണ്ട. ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സ്കൂൾ ടീച്ചറാ. നല്ല കുടുംബം. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ആലോചിക്കും. പെൺകുട്ടികൾ പറഞ്ഞമാതിരി പറയണെന്താ? നിനക്ക് ഫോട്ടോ ഇഷ്ടമായെങ്കിൽ അത് പറ. എനിക്ക് ഫോട്ടോ ഇഷ്ടമായില്ല, പക്ഷെ ആളെ ഇഷ്ടമായി. നിനക്ക് ഇഷ്ടമായോടി പെണ്ണെ? നോക്ക്. ആ, അപ്പുണ്ണാര് വേറൊരു കാര്യവും പറഞ്ഞു. നമ്മുടെ പുതിയ പലചരക്ക് കച്ചവടം തുടങ്ങിയ ആ എണ്ണക്കറുമ്പൻ നായരിച്ചക്കനില്ലേ, അവന് സുമയെ ആലോചിച്ചാ കൊള്ളമെന്നുണ്ട്. എന്ത് കൊടുക്കും ചോദിച്ചു. കൊടുക്കേണ്ടത് എന്താന്ന് വെച്ചാൽ മാന്യമായിട്ട് കൊടുക്കാം. പക്ഷെ ഇവളുടെ പഠിപ്പ് നിർത്താൻ പറ്റില്ല. ഇവക്ക് നല്ല ഭാവിയുള്ളതാ, അത് നശിപ്പിക്കാൻ പറ്റില്ല. അത് പറയണം. ചെക്കന് നല്ല സ്വഭാവ, സുന്ദരനും. എനിക്ക് വേണ്ട. പാരാൻ തോന്നുമ്പോ പറഞ്ഞാ മതി. വല്ല വണ്ടിക്കും തലവെച്ച് ചത്തോളാം. എന്തു പറഞ്ഞാലും ചാവണ വർത്താനം ഈ പെണ്ണിനുള്ളൂ. പേരെന്താണെന്ന് ചോദിക്കൂ. അതറിയാമല്ലോ, പിന്നെന്തിനാ ചോദിക്കണേ? അല്ല, സംസാരിക്കൂ. സംസാരിക്കുമ്പോ വിക്കുണ്ടോന്ന് മറ്റും അറിയണമല്ലോ. 8ാം ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ സംസാരിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. മായ അപ്പുറത്തേക്ക് വെക്കുള്ളൂ.
എന്നാ ഇനി കാപ്പ് കുടിച്ചിട്ടാകാം മറ്റു കാര്യങ്ങൾ. എന്താ? ആവാം. ഓ, രക്ഷപ്പെട്ടു. ഇതെങ്കിലും ഇഷ്ടമായല്ലോ. ഇന്ന് തന്നെ നമുക്കെല്ലാം നിശ്ചയിക്കണം. നിശ്ചയിക്കാം. അതിനല്ലേ ഞാൻ വന്നിരിക്കണേ. പുണ്യാരെ പടച്ചാണ്ടിരിക്കുക. വീട് അടച്ചു പൂട്ടിയിട്ട് അമ്മയും സുമയും കൂടെ എവിടെ പോയിരിക്കുക? അമ്പലത്തിലോ മറ്റോ പോയിട്ടുണ്ടാവും. നന്ദോട്ടാ, ആ പെണ്ണൊരു അബദ്ധം കാണിച്ചു. സുമ എന്താ? നെല്ലിനടിക്കുന്ന വിഷം കൊടുത്ത് കുടിച്ചു. സുമേ, ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. ഭാഗ്യത്തിന് ജാനയമ്മ കണ്ടു. കൊണ്ടുപോകുമ്പോ ബോധമില്ല. എന്താ അമ്മേ, എന്തിനാ ഇവള് ചെയ്തത്? എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? ഒന്നും പറയാറായിട്ടില്ല. ആ സ്ത്രീയെ അവിടെ നിന്ന് കരയാതെ പുറത്തേക്ക് കൊണ്ടുപോകണം. വാമ്മേ. നീ അവളെ വഴക്ക് പറയോ ശാസിക്കുകയോ വല്ലതും ചെയ്തോ? ഇല്ല. പിന്നെ എന്തിനാ അവളെ വിട്ടിത്തം കാട്ടിയത്? എന്താ അമ്മേ കാര്യം? എഴുതി വെച്ചതാ. എന്റെ മാത്രം നന്ദേട്ടന് വാക്കുകൊണ്ട് പോലും നന്ദേട്ടൻ മറ്റൊരാളുടേതാകുന്നത് സുമിക്ക് സഹിക്കാൻ കഴിയണില്ല. നന്ദേട്ടനും അമ്മായിക്കും ആർക്കും എന്നെ മനസ്സിലായില്ല. അർഹതയില്ലാത്തത് ചോദിച്ചു വാങ്ങാൻ മടി. മറ്റൊരു പെൺകുട്ടിക്ക് മനസ്സ് കൊടുത്തിട്ട് നന്ദേട്ടൻ തിരിച്ചു വരുന്നത് കാണാൻ സുമ നിൽക്കുന്നില്ല. മാപ്പ്. മറ്റൊരു ലോകത്ത് ഞാൻ കാത്തിരിക്കും. ഒരനിയത്തെ പോലെ കണ്ടിട്ട് നിന്റെ ഉള്ളിൽ ഇതായിരുന്നു കുട്ടി. മരണക്കിടക്കയിൽ നിന്നും അവൾ എഴുന്നേറ്റ് വന്നത് എൻ്റെ ജീവിതത്തിലേക്കായിരുന്നു. പിണക്കങ്ങളും പരിഭവങ്ങളും തീ പോലെ പടരുന്ന സ്നേഹവും. ഒരു കൊല്ലം കൊണ്ട് ഒരായുസിന്റെ സ്നേഹം അവൾ എനിക്ക് തന്നു. തിരിച്ച് ഞാനും കൊടുത്തിട്ടുണ്ട്, ഒട്ടും ബാക്കി വയ്ക്കാതെ. പക്ഷെ അവളത് സമ്മതിച്ചില്ല. ഞാൻ പിശുക്കനാണത്രേ. ഇനി മതി എനിക്ക്. കുറച്ചു നേരം കൂടെ കിടന്ന് എന്താ കുഴപ്പം? ഭയങ്കര കുഴപ്പമാ. പിശുക്കനാ നന്ദേട്ടൻ. 6 പിശുക്കൻ. മറ്റുള്ളവർ സ്നേഹിക്കണം, തിരിച്ചു തരില്ല. 1000 തന്നാ തിരിച്ചു തരണത് 10. എനിക്കിപ്പോ അത്ര സൗകര്യമുള്ളൂ. അപ്പൊ എന്റെ തോന്നല് ശരിയല്ലേ? എന്റെ സുമ നീ നിന്നിട്ടേ നമുക്ക് ആ പല്ലവി ഒന്നുകൂടെ നോക്കാം. എനിക്കും വയ്യ. എനിക്കറിയാം കടമ കാണിച്ചതല്ലേ, അല്ലാതെ ശരിക്കും ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല എന്നെ കെട്ടിയത്. ആ മായ കെട്ടാൻ പറ്റാത്ത എന്റെ കുശുമ്പുണ്ട് എന്നോട്. ശരിയാ, അവളായിരുന്നു എത്ര സമാധാനം ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്വൈര്യം കെടുത്തില്ലായിരുന്നു എന്നെ. അപ്പൊ ഞാൻ സ്വൈരക്കേടാണല്ലേ? എന്ന് കെട്ടിക്കോളെ, ഞാൻ എവിടെയെങ്കിലും പോയി ചത്തോളാം. നീ പോയി ചാവ്, എനിക്കൊരു ചുക്കുമില്ല. ഞാൻ നല്ലൊരു മാവ് വെട്ടി അങ്ങ് ദഹിപ്പിക്കും. പിറ്റേന്ന് തന്നെ മായയെ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു പെണ്ണിനെ വേറെ കെട്ടിക്കൊണ്ടിരും. എന്നിട്ട് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കും. അമ്പടാ, ആശ മനസ്സിലിരിക്കുള്ളൂ. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട, കൊല്ലും ഞാൻ രണ്ടിനെയും. അതെങ്ങനാ, നീ മരിക്കില്ലേ? പ്രേതായിട്ട് വരും ഞാൻ. എന്നിട്ട് നന്ദേട്ടന്റെ കഴുത്ത് ഇങ്ങനെ ഞെക്കി കൊന്നിട്ട് കൊണ്ടുപോകും ഞാൻ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞതനുസരിച്ച് സുഖമായിട്ട് അങ്ങ് ജീവിക്കാം. എന്താ? നന്ദേട്ടൻ പറയണ എന്തെങ്കിലും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? റിഹേഴ്സൽ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കേണ്ടത് അനുസരണേ. ഈ പണ്ടാരം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാ മതി. സുമ, നിനക്കറിയാലോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹ ഇതൊന്ന് അവതരിപ്പിച്ച് കാണുക എന്നുള്ളത്. നീ ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ എങ്ങനെയാ? വേറെ വല്ല കുട്ടികളായിരുന്നെങ്കിൽ 2 മാസം കൊണ്ട് ചിട്ടപ്പെടുത്താവുന്ന. ഇതിപ്പോ നാളെത്രായി? നിന്റെ മടിയാ. എന്നാ വേറെ കുട്ടികളെ പഠിപ്പിച്ച് അവതരിപ്പിച്ചോ. ഞാൻ പറഞ്ഞോ വേണ്ടെന്ന്. അതിന് നിന്നെ പോലെ ലക്ഷണമൊത്ത ഗ്രേസ് ഉള്ള ഒരു കുട്ടിയെ കിട്ടണ്ടേ? ആ
അങ്ങനെ തുറന്നു പറ. അപ്പോ സുമയ്ക്ക് ഗ്രേസും നർത്തകി ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് ഗമയൊക്കെ കാണിക്കാം. അതിലൊരു കുറച്ചിലും വിചാരിക്കണ്ട. ഇനി തുടങ്ങാം. മാഷേ, ഉം. ഈ പൊട്ടങ്കളി എപ്പോഴാ അവസാനിപ്പിക്കുക? സമയത്രയെന്നറിയോ? 1:30. നീ കിടന്നോ? അത് വേണ്ട, എഴുന്നേറ്റേ. ആ, ഞാൻ നല്ല മൂഡിലാ. നീ ഇത് ബ്രേക്ക് ചെയ്യാതെ. ഈ മൂടും അഭിലാഷങ്ങളും ഒക്കെ എനിക്കുണ്ട്. നിനക്കൂടി വേണ്ടിയല്ലേ ഇത്? ഇത് മാഷയുടെ ജീവിതാഭിലാഷാണ്. എന്റെ എന്താന്നറിയോ? എന്താ? ഇതുപോലൊരു കുട്ടി മാഷ്. നീ ഭയങ്കര കള്ളിയാ. കല്യാണിക്കുട്ടി അമ്മയെ കണ്ട ഉടനെ തിരിച്ചു പോരാന്നാ കരുതിയത്. അവര് സ്ഥലത്തില്ല. തിരിച്ചു പോന്നാ നാളെ വീണ്ടും അങ്ങോട്ട് പോകണ്ടേ? ഇന്നലെ വരൂന്ന് പറഞ്ഞു. വന്നപ്പോ രാത്രിയായി. ക്ഷീണമുണ്ട്, ഇന്ന് രാവിലെ കാണാന്ന് പറഞ്ഞു. ഉടനെ വേണം. എനിക്ക് തൊട്ടാവാടിയായ ഭാര്യ ഉണ്ടെന്ന് പറയാൻ പറ്റൂ? രാവിലെ കണ്ടു, സംസാരിച്ചു. അല്ലടാ അവള് ചെറുപ്പം മുതൽക്ക് സ്നേഹം കിട്ടാത്ത കുട്ടി. എന്നാലും ഒരു അതിലില്ലേ എന്തിനും? ചെല്ല്, ചെന്ന് 2 നല്ല വർത്താനം പറയും. നീ ഒന്ന് ചിരിച്ചാ മാറിന പിണക്കേ ഉള്ളൂ അവൾക്ക്. അവളോട് വേഗം കുളിച്ചു വരാൻ പറ. എന്നിട്ട് 2 ആളും കൂടി ഇരിക്കുക, അമ്മ വിളമ്പി തരാം.